നമ്മൾ വിത്തിനായിട്ട് നിർത്തിയ ചീരയിലെ പൂക്കളൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പൊ അത് മുറിച്ചെടുക്കലാണ് ഇന്നത്തെ പണി. ഇവിടെ കണ്ടില്ലേ ഇഷ്ടം പോലെ ചോപ്പ് ചീരയാണ്. ചോപ്പുണ്ട് പച്ചയുണ്ട്, എന്നാൽ ഈ ഭാഗത്ത് കൂടുതലായിട്ട് കാണുന്ന ചോപ്പ് ചീര. ഈ പൂവൊക്കെ കണ്ടില്ലേ നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ഇതൊന്നും മൂത്തിട്ടില്ല കേട്ടോ. മൂപ്പായ വിത്തുകൾ കുറച്ച് അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം. ഒരു മങ്ങല് വരും, നല്ല റെഡ് ഉണ്ടാവില്ല, കുറച്ച് മങ്ങിയ റെഡായിട്ട് കാണാം. അതൊക്കെ ഇത് നമ്മൾ ക്യാബേജ് നട്ട സ്ഥലം കേട്ടോ. ഇതിന്റെ ഇടയ്ക്കൊക്കെ കുറച്ചുകൂടെ ക്യാബേജ് വിളവെടുക്കാനുണ്ട്. അന്ന് കുറേ ചീര നമുക്ക് പടുമുളയായിട്ട് ഉണ്ടായതാ. അപ്പം അത്യാവശ്യത്തിന് നല്ല വരുമാനം നമുക്ക് ഈ ചീരയിൽ നിന്ന് കിട്ടിയിട്ടോ. അതൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്ത് കൊടുത്ത് ലാസ്റ്റ് പൂക്കുന്ന സമയമായപ്പോഴാണ് നമ്മളിതൊക്കെ നിർത്തിയത്. ഇങ്ങോട്ട് നോക്ക്, പച്ചച്ചീരയാണ്. ഈ കാണുന്ന പൂക്കളൊക്കെ കണ്ടില്ലേ നല്ല നിറമൊക്കെ മാറി. ഇതിലൊക്കെ നല്ല മൂപ്പായ വിത്തുകൾ ഉണ്ടാവും. ഇതൊക്കെ പച്ചച്ചീര തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇതാ ഇവിടെയൊക്കെ കാണാം കുറെ പച്ചച്ചീര മുളച്ചത് കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ വിത്തുകൾ വീണിട്ട് മുളച്ചതാട്ടോ. ഇതൊക്കെ പച്ചച്ചീരയാണ്. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇതാ പച്ചച്ചീര, ഇതുപോലത്തെ പച്ചച്ചീരയ്ക്കും. പിന്നെ ചോപ്പ് എന്ന് പറയുന്നത് കടും ചോപ്പല്ല, ഇതൊക്കെ ഇഷ്ടംപോലെ തൈകൾ മുളച്ച ഇതുപോലെയുള്ള ചോപ്പാട്ടോ. പച്ചയുടെ തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ട് ഒരു നിറം വരുന്ന ചോപ്പുണ്ട്. ഇതിനാണ് ഇവിടെ ഡിമാൻഡ്. നമ്മുടെ വയനാട്ടിലൊക്കെ ഏറ്റവും ഡിമാൻഡ് ഈ രണ്ട് ചീരക്കാണ്. ഇതാ പാവ്യ പോലെയാണ് ചോപ്പ് ചീര ഇവിടെ മുളച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ കരുത്തും കാര്യമൊന്നും ഇല്ല, നമ്മളൊരു വളവും കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ വിത്ത് വീണ് അങ്ങനെ മുളച്ചിട്ടുണ്ടായതാണ്. പിന്നെ തൊട്ടടുത്തുണ്ടല്ലേ ചൈനീസ് കേബേജ്, നമ്മൾ രണ്ടാമത് നട്ട ചൈനീസ് കേബേജ് ആണ്. കുറേയൊക്കെ പോയി, ചിലതൊക്കെ ഇതുപോലെ ഗ്യാപ്പിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ചീര വന്നിട്ട് കൂടി മൂടിയിട്ട് മുളച്ചിട്ട് ഇഷ്ടം പോലെ ചീര മുളച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നല്ല മൂപ്പായ വിത്ത് ഉണ്ടാവും. നമ്മളെ കയ്യിൽ ഇങ്ങനെ ഇട്ടാണ്ടില്ലേ നല്ല കറുത്ത വിത്തുകൾ ഉണ്ടല്ലേ. ഇങ്ങനത്തെ വിത്തായിരിക്കണം നമുക്ക് നട്ടു കൊടുക്കാനൊക്കെ നല്ലത്. വേഗം മുളയ്ക്കുക. ഇനി നമ്മൾ ഒന്നുകൂടെ ആവാനുണ്ട്. അപ്പൊ ആയത് മാത്രം നമ്മളിന്ന് മുറിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് സിമ്പിളായിട്ട് പരിപാടി ചെയ്യും. ഇങ്ങനെ ഇങ്ങനെയുണ്ട് നെല്ലൊക്കെ കൊയ്യുന്ന പോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അല്ലേ വേനലിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ചീരകൃഷിയാണ്. അപ്പോൾ ഈ സ്ഥലം വേഗം ക്ലിയർ ആക്കിയിട്ട് നമ്മളെ ബെഡിൽ ഈ വിത്തുകളൊക്കെ പാവിയിട്ട് പറിച്ച് നടുക ചെയ്യുക. ചെറിയ കുഴികൾ എടുത്തിട്ട് നമ്മൾ ചീര പറിച്ച് നട്ടാൽ നമുക്ക് അതിങ്ങനെ കട്ട് ചെയ്യാം. കുറേ സമയം നമുക്ക് ആ ചീര കട്ട് ചെയ്യാൻ കിട്ടും. അപ്പം അങ്ങനെ കൂടുതൽ കാലം വിളവെടുപ്പ് നീണ്ടു കിട്ടും. നമ്മളെല്ലാ പച്ചക്കറി കൃഷിയിലും ഏറ്റവും കൂടുതൽ ലാഭകരമായി ചെയ്യാൻ പറ്റിയ കൃഷി ചീരകൃഷി തന്നെ കേട്ടോ. നമുക്ക് നല്ല വരുമാനം തരുന്ന ചീര തന്നെയാണ്. അതുകൊണ്ട് 365 ദിവസം നമ്മളെ ഫാമിൽ ചീര ഉണ്ടാവും. മഴക്കാലത്തായാലും അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മൾ എല്ലാ സമയം ചീര നമ്മളെ ഫാമിൽ വന്നാൽ കൊടുക്കുക എന്നുള്ള രീതിക്കാണ് ഇവിടുത്തെ ചീര കൃഷി ഉള്ളത്. അപ്പോൾ മൂപ്പായത് നമ്മൾ ഇത്രയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് വെയിലത്ത് വെച്ച് നല്ല ഉണക്കണം. ഇനിയും കുറേ മുറിച്ചെടുക്കാനുണ്ട്. അത് മൂപ്പായതിനനുസരിച്ച് നമ്മൾ ബാക്കി കൂടെ മുറിച്ചെടുക്കും. എന്നിട്ട് മാത്രമേ നമ്മൾ ഇതൊക്കെ വെട്ടിക്കളയുള്ളൂ. അപ്പോൾ ഈ വിത്ത് നമ്മുടെ ആവശ്യത്തിനും നമ്മളിവിടെ കമന്റിലൂടെ കുറേ ആൾ ചീര വിത്ത് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം, ഈ വിത്തുകളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും വേണം.